ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് സ്കേർട്ടാണ് കേട്ടോ. ലോങ് സ്കേർട്ട് എന്ന് പറഞ്ഞാൽ അംബ്രല്ല പോലെ കിടക്കുന്ന ഒരു ലോങ് സ്കേർട്ട്. അത് നമുക്ക് ഇത് കണ്ടോ, ഈ മയിൽ ഇങ്ങനെ അടിവശത്ത് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ അംബ്രല്ല ആയിട്ട് നമുക്ക് ശരിക്കും ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. നമ്മൾ പീസായിട്ട് പീസ് വെച്ച് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. അതിന് 33 ഇഞ്ച് വണ്ണമുള്ള കുട്ടിയാണേ. 33 ഇഞ്ച് വണ്ണത്തിന് 3 ഇഞ്ച് കൂടെ ലൂസിട്ട് ഞാൻ ഒരു 36 ഇഞ്ച് വണ്ണത്തിലാണ് വെട്ടുന്നത്. അതിന് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി, തയ്യൽ തുമ്പ് അത് കഴിഞ്ഞിട്ട് ഇടുന്ന കണക്ക് ഞാൻ പറയാം. അപ്പം തയ്യൽ തുമ്പ് കൂടെ കൂട്ടി, ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 40 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ വെട്ടുന്നത്. അപ്പോൾ 40 ഇഞ്ച് വേണം. അതിൻ്റെ 4 എന്ന് പറയുമ്പോൾ 4 പീസേ വെട്ടുന്നുള്ളൂ. ഈ അടിയിലെ ഈ മയിൽ വരുന്ന 4 പീസാണ് വെട്ടുന്നത്. അപ്പം 10 ഇഞ്ച് മേളിൽ വരുന്ന രീതിയിലും താഴെ ഈ 3 മൈൽ വരുന്ന രീതിയിലുമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്നില്ല, ഇച്ചിരി വലിപ്പമുള്ള 3 മൈൽ വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് 3 മൈൽ വരുമ്പം നമുക്ക് ഇവിടെ 36 ഇഞ്ച് വരുന്നുണ്ട്. 36 ഇഞ്ച്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ബാക്കി വെട്ടുന്നത്. 36 ഇഞ്ചിന് നമ്മളിവിടെ അടയാളപ്പെടുത്തി. അപ്പം 36 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി. ഇതിൻ്റെ നേർപകുതി ഇവിടെ കാണുകയാണ്. 36 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇതിൻ്റെ നേർപകുതി 18 ഇഞ്ച്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 5 ഇഞ്ചും 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. ആദ്യത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത പീസ് നമ്മൾ കട്ട് ചെയ്യുക. ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം. 4 പീസായിട്ടാണ് വെട്ടുന്നത്. അരവണ്ണം ആദ്യം 10 ഇഞ്ച് ഇട്ടു. അത് കഴിഞ്ഞ് ഇനി 3 പീസും കൂടെ നമ്മൾ ഇടുമ്പോൾ 40 ഇഞ്ച് അരവണ്ണം കിട്ടും. അതിൻ്റെ 2 വശത്തെ തയ്യൽ തുമ്പ് കൂടെ ഒക്കെ കൂട്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. കിടക്കം 36 ഇഞ്ചാണ് കേട്ടോ. ഫുള്ളൻ്റെ 36. അതിലൂടെ പടി വയ്ക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ച് 34 ഇഞ്ചാണ് നമ്മൾ ഇട്ട് വെട്ടുന്നത്. പടി 2 ഇഞ്ച് വെച്ചിട്ട്. അടുത്ത നമ്മൾ ഈ പീസ് തന്നെ വെച്ച് നമ്മൾ അടുത്ത പീസ് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് താത്ത് ഇങ്ങോട്ടേക്കൊരു ചെറിയ ഷേപ്പ്. പിന്നെ ഇവിടുത്തെ ഇറക്കം 34ആണ്. ആ ഇറക്കം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി ഇങ്ങോട്ടേക്കൊരു ചെറിയ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അടിവശത്ത് അതിന് അത്രയും കസവും കിട്ടുന്നുണ്ട്. അത് നമ്മൾ വെച്ചു കൊടുക്കും. നമ്മൾ മുകളിലോട്ടുള്ള പാവാടയുടെ പടിയാണ് കിട്ടുന്നത്. അതായത് 40 ഇഞ്ചിന് കൂട്ടിയിട്ട് വെട്ടാം. വേണ്ട, 36 ഇഞ്ചിനത് പടിയ നമ്മളിപ്പോൾ ഇട്ടിട്ടെന്ന് വെച്ച് തന്നെ നമ്മൾ പാവാടപ്പടിയും സ്കേർട്ടിൻ്റെ കട്ടിങ്. നമ്മൾ ആദ്യം തയ്ക്കുന്നത് പാവാട പീസിൻ്റെ എല്ലാം ജോയിൻ്റാണ് കേട്ടോ. ജോയിൻ ചെയ്യാൻ പോകുന്നു. പീസായിട്ടുള്ളതെല്ലാം നമ്മൾ ജോയിൻ ചെയ്യും.
നമ്മൾ സൈഡ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ മേളിൽ പടി വെക്കാൻ പോവാണ്. ലാസ്റ്റത്തെ സൈഡും കൂടെ ജോയിൻ ചെയ്യാം. ഒരു ഓപ്പണായിട്ട് ഒരു 5 ഇഞ്ച് താത്ത് ആണ് നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നത്. നമ്മൾ ഓപ്പണിൻ്റെ അവിടെ സ്ലിറ്റ് അടിക്കുന്നത് പോലെയാണ് കേട്ടോ. നമ്മൾ സ്കേർട്ടിൻ്റെ പടി വയ്ക്കാനായിട്ട് ഇതുണ്ട്. ഞാൻ പടി ഇവിടെ ഒരു സ്റ്റിപ്പ് വെച്ച് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിപ്പ് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഫിറ്റായിട്ട് നിൽക്കും, ചുരുണ്ട് പോകത്തില്ല, പടി ചുരുണ്ടിരിക്കത്തില്ല സ്റ്റിപ്പ് വെച്ച്. അപ്പം നമ്മൾ പടി വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ അകം വശത്തുനിന്ന് നല്ല വശത്തേക്ക്, അപ്പുറത്തെ നല്ല വശത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം പടി വെച്ച് കൊടുക്കുക. നല്ല വശത്തേക്ക് വെച്ച് തിരിച്ച് അടിക്കണം. സ്കേർട്ടിൻ്റെ ഹുക്ക് കൊളുത്താനുള്ള ലൂപ്സില്ലേ, അത് തുണിയെ നമ്മൾ തയ്ക്കും.